ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ GTA 5 ഒരാളെ രക്ഷിക്കാൻ പോവാണ്. ഗായ്സ്, രക്ഷിക്കാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒരുത്തനെ പോയി രക്ഷിച്ചുകൊണ്ടെങ്കിൽ വരികയല്ല. അത്യാവശ്യം നല്ല ഫൈറ്റും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് മൈക്കിളും നമ്മളെല്ലാവരും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, എന്തായാലും നമ്മുടെ വീഡിയോ അവസാനം വരെ കാണും. അപ്പോൾ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ GTA 5 ഫാർ ക്രൈ 4 കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ പറയുക, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ മിഷനിലോട്ട് കിടക്കാം ഗൈസ്. അതായത് നമ്മൾ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒരു സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് ഒരാളെ രക്ഷിക്കാനുണ്ട് ഗൈസ്. അപ്പം അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ വണ്ടിയൊക്കെ പണിത് സെറ്റ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കാണ്. നൈസാണ് ഗൈസ് വണ്ടി. നമ്മൾ എൻജിനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് മാക്സ് ലെവലാക്കിയിട്ടുണ്ട്. ഒരു സീനും ഇല്ല. പിന്നെ എനിക്ക് ഈ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചത്. ഗൈസ്, എന്തായാലും നമുക്ക് നൈസായിട്ട് ഈ ഒരു വഴി കൂടെ കയറിപ്പോവാം. വണ്ടി നശിക്കാൻ ചാൻസ് ഉണ്ട്. നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ, നമ്മുടെ ഇഷ്ടം പോലെ കാശും കാര്യങ്ങളുണ്ട് ഗൈസ്. അതൊന്നൊരു പ്രശ്നമേ അല്ല. വണ്ടിയൊക്കെ പോവുകയാണെങ്കിൽ പോട്ടെ. എന്ത് പട്ടിയോ എന്തത്? ഓക്കെ ഗൈസ്, ഒരു പട്ടിയാണെന്ന് തോന്നുന്നു അരഞ്ഞു തീർന്നിട്ടുണ്ട്. അതും പോട്ടെ, പട്ടിയൊക്കെ പോട്ടെ. പിന്നെ ഇവിടെ ഇതുവഴിയൊക്കെയാണ് പട്ടിയെ കൊണ്ട് വരുന്നത്. ഇവിടെ നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ പോകാനുള്ള വഴിയാണ്. കാറ് പോകാനും വഴിയില്ല. എന്നാലും പോയാലെന്താ, നമ്മൾ പോയില്ലേ അതുവഴി, പിന്നെന്ത് ഗൈസ്. ഓക്കെ, അവർ നമ്മളെ തെറി വിളിച്ചിട്ടുണ്ട്. എന്തൊരു തോന്നിയാസം നമ്മളാ കാണിച്ചതെന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നമ്മുടെ ഏരിയയിലോട്ട് പോകാം ഗൈസ്. ഏകദേശം ഒരു 4 മൈൽ ദൂരോളം ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. 1 മൈൽ തന്നെ തീരാൻ ഭയങ്കര കഷ്ടപ്പാട്. അപ്പോൾ ഈ 4 മൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഏതോ അറ്റത്തെങ്ങാണ്ട് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ സ്ഥലത്തിന് എത്തിക്കാം, അല്ലെങ്കിൽ ഗൈസ് ഭയങ്കര പ്രശ്നമായിരിക്കും ഗൈസ്. ഇതേതോ കാട്ടിക്കൂടൊക്കെയാണ് നമ്മൾ പോകുന്നത്, മനസ്സിലായോ? ഇത് കുറേ പാലവും കാര്യങ്ങളും അതും ഇതും എല്ലാം ഉണ്ട്. നമ്മൾ ഏതൊക്കെ ടണലിൽ കൂടെയൊക്കെയാണ് ഗൈസ് കയറി പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇത് ഇതുവഴിയൊക്കെയാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ സീനാണ് കേട്ടോ, വഴിയൊക്കെ അടിപൊളി. പക്ഷെ നമുക്ക് ഈ വണ്ടിക്ക് പോകാൻ പറ്റിയ വഴിയല്ലെന്നേ ഉള്ളൂ ഗൈസ്. നമുക്ക് നേരെ അടുത്ത ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്രൈവർ ഓടിയിട്ടുണ്ട് അങ്ങോട്ട്. ഓക്കെ, നമ്മുടെ മൈക്കിളും കാര്യങ്ങളും ഒക്കെ ഇവിടെ സൈഡിൽ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്നൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ. അതെന്തെങ്കിലും ആവട്ടെ ഗൈസ്. നമുക്ക് മണ്ടയ്ക്കൊക്കെ എങ്ങാണ്ടൊക്കെ ആരണ്ടൊക്കെ ഉണ്ട്. അതും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മളങ്ങോട്ട് ചെല്ലുക, അവിടെ ഉള്ളവന്മാരെ എല്ലാം അങ്ങോട്ട് കൊല്ലുക, എന്നിട്ട് മറ്റേനെ അവിടെ നിന്ന് രക്ഷിക്കുക ഗൈസ്. അതെന്തൊരു സാധനമാണ് അത്, എനിക്ക് മനസ്സിലായില്ല. സാധാരണ അവിടെ നിന്നൊക്കെ അങ്ങനെ ചാടുവാണെങ്കിൽ ലൈഫൊക്കെ കുറയേണ്ടതാണ്. ഇതിന്മേൽ തിരിഞ്ഞൊക്കെ കറങ്ങി വരും. ഓക്കെ, നമ്മൾ അതെ, ഇതെന്തോ മലയോ ഗൈസ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒന്നും കയറാൻ പറ്റത്തില്ല. നമ്മൾ നിരങ്ങി ഇങ്ങ് പോരും. അപ്പോൾ നമുക്ക് നൈസായിട്ട് കറങ്ങി ഇപ്പുറത്തൂടെ തന്നെ പോവാം ഗൈസ്. ഇപ്പുറത്തൂടെ തന്നെ പോവാം. ഇവിടെ ആരാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഉള്ള ഗൈസ്. ഇവിടെ എന്തോ സാധനം, ഇതെന്തോ വണ്ടിയോ ഗൈസ്? നമുക്ക് വണ്ടി എടുക്കാനാണോ? ഓക്കെ, അല്ല, നമ്മൾ ഓരോരോ പോയിന്റിൽ പോയി നിൽക്കുകയാണ് ഗൈസ് ചെയ്യുന്നത്. നമ്മൾ ഓരോരോ പോയിന്റിൽ പോയി നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലോട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രാങ്ക്ലിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മൈക്കിളിന് അങ്ങോട്ട് പോവാം. മൈക്കിൾ എന്തിടാ? മൈക്കിൾ എവിടാ? ഓ, മൈക്കിളൊക്കെ നേരത്തെ സെറ്റിലാണ്. മൈക്കിളിനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ബാക്കിയൊക്കെ ഉള്ളത് നോക്കിയാൽ മതി. ഓക്കെ, അവിടെ നിന്ന് ആള് പോയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ആൾക്കാർ അലേർട്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ ഗൈസ്. ഇവിടെ എങ്ങാണ്ടൊക്കെ ആൾക്കാർ ആരാണ്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നാന്ന് അറിഞ്ഞുണ്ടല്ലോ. എന്തിയടാ, കാണുന്നുമില്ല ഗൈസ്. ഇവന്മാരൊക്കെ എവിടാണ് ഗൈസ്? എവിടെ പോയി ഇരിക്കുന്നു ഇവന്മാർ? ഈ ഇലയെക്കൂടെ ഒന്നും കാണുന്നില്ല. ഓ, ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. ഓ, അത് നമ്മുടെ ആളാണോ? ഓക്കെ, അത് നമ്മുടെ ഇവനാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അവൻ നമ്മുടെ ടീം തന്നെയാണ്. സോറി ഗൈസ്, അവനെയാണ് വെടിവെച്ച് കൊല്ലാൻ നോക്കിയത്, പക്ഷേ നടന്നില്ല. അപ്പോൾ നമ്മുടെ ടീമല്ലേ പോലും അത് കൊള്ളാനും പോകുന്നില്ല ഗൈസ്. ആ ഒരു അവസ്ഥയാണ്.
എന്തായാലും നമ്മൾ ഒക്കെ ചെയ്തുകൊണ്ട് മണ്ടയ്ക്ക് ഒരുത്തനുണ്ട്, അവൻ ചത്തു. അവിടെ എന്തോ ലോക്കറ്റ് ലോഞ്ചറോ, അവനെന്ത് ഗൈസ് അവൻ കൊണ്ടുവന്നേക്കുന്നത്? അയ്യോ, അവനവിടെ തകർത്തു വാരി അടിയാണ് കേട്ടോ. ഓക്കെ, അവനെ നമ്മൾ കൊന്നിട്ടുണ്ട് നൈസായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആപത്താണ് ഗൈസ്. ഓക്കെ, ഈ റോക്കറ്റും കൊണ്ടൊക്കെ ആൾക്കാർ വരുന്നത്, അതാ ഞാൻ ഇത്ര കളി കളിച്ചതിനകത്ത് റോക്കറ്റ് കൊണ്ടൊന്നും ആരും അവിടെ വന്നിട്ടില്ല. ഞാനല്ലാതെ ആദ്യമായിട്ട് റോക്കറ്റും കൊണ്ടൊക്കെ ആൾക്കാർ വരുന്നത്. ഓക്കെ, അവനെ നമ്മളെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ എങ്ങാണ്ടൊക്കെ ആൾക്കാരുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് കവർ എടുത്ത് കളിക്കേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ കവറും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, നമ്മൾ പ്രഷർ ചെയ്യുന്നുമുണ്ട് ഗൈസ്. അവിടെ ആൾക്കാരും കാര്യങ്ങളുണ്ട്, നമ്മൾ ലൈഫൊക്കെ അടിച്ച് സെറ്റിലായിട്ടേ പോകാവും. അല്ല ഇറങ്ങി കഴിഞ്ഞാൽ ഗൈസ് പണി കിട്ടും, വേഗം തന്നെ ചത്തുപോകും. നമുക്ക് ഒത്തിരി നേരം നിൽക്കാമെന്ന് പറ്റില്ല. പിന്നെ ഇവരുടെയൊക്കെ അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിയൊക്കെ ഇവന്മാർ തരും, നമുക്ക് ചാവാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ കളിയിൽ നമ്മൾ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ. ഓക്കെ ഗൈസ്, നമ്മൾ ഓരോരുത്തന്മാരെ ഇങ്ങനെ സ്കിപ്പ് ചെയ്താണ് കളി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരുത്തനെ ഇവിടെ രണ്ടുപേരും ഇവിടെ കണ്ടുണ്ടെന്ന് പറയുന്നു. ഇവന്മാർ രണ്ടുപേരും കണ്ടാലും നമുക്ക് ഒന്ന് സ്നൈപ്പ് ചെയ്തിടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് അവന്മാരെ സ്നൈപ്പ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അവന്മാർ എവിടെയാണെന്ന് തൊട്ട് അറിയത്തുമില്ല. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധി മാറ്റുന്നതല്ലേ. ഇപ്പം നമ്മൾ ക്യാരക്ടർ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എവിടെയാടാ? ഓക്കെ ഗൈസ്, ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഇപ്പോൾ കിട്ടും. ഇപ്പം മറ്റോ കൊന്നുകളെ. അവൻ കൊന്നില്ല. ഓക്കെ, ഞാൻ തന്നെ കൊന്നിട്ടുണ്ട് അവനെ. അപ്പോൾ ഗൈസ്, നമുക്കിനി നേരെ ഗെറ്റ് ടു ലാൻഡ്മാർ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അവൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് ചെല്ലുക. എന്താണ് കാര്യം എന്നൊന്നും നമുക്കൊരു പിടിയില്ല ഗൈസ്. ഇവിടെ എല്ലാ ആൾക്കാരാണ്, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ആൾക്കാരും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ മാക്സിമം മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ വേഗം തന്നെ നമ്മുടെ കഥ തീരുമാനമാകും. ഓക്കെ, നമ്മുടെ ആൾ വന്നിട്ടുണ്ട്, ഇവനാണ് അവൻ. ഇത് ലാൻഡ്മാർ എന്തോ അവൻ്റെ പേരാ. എന്തായാലും ഗൈസ് അടിപൊളി പേരാണ്. നമുക്കവനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അവനെ രക്ഷപ്പെടുത്തി വെളിയിൽ കൊണ്ടുപോകണം. ഇനി ഗൈസ് നമുക്കിനി ഇവനെ കൊണ്ട് നമ്മൾ ഇവന്മാരെല്ലാവരും കൊല്ലാൻ വേണം. എന്നിട്ട് ഇവനെ കൊണ്ട് നമ്മൾ കവർ ചെയ്ത് ഇവനെ കൊണ്ടുപോകാൻ വേണം. ഇവന്മാരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഇവനെ രക്ഷിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് നേരെ ഇവനെ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കടത്തണം ഗൈസ്. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത്. മിഷൻ അത്യാവശ്യം ടഫാണെന്ന് ചോദിച്ചാൽ ടഫ് തന്നെയാണ് ഗൈസ്. ഇവന്മാരെല്ലാവരും കൊല്ലണ്ടേ, അങ്ങനൊരു കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഷോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഓക്കെ, 2 ബുള്ളറ്റിനും 3 ബുള്ളറ്റിനും വീണ്. കിട്ടിയില്ലടാ, കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഓക്കെ കിട്ടി ഗൈസ്. ഓക്കെ, അവനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവനെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം ഷോട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ അവന്മാർ ഓടി വരുന്നുണ്ട് അവിടെ നിന്ന്. വേറെ ആരും ഇവിടെ ഞാൻ കണ്ടില്ല. ഇനി എന്താണെന്ന് ആർക്കറിയാം ഗൈസ്. നമ്മളെന്തായാലും സ്നൈപ്പർ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ടീം അവിടെ വന്നിട്ടുണ്ട്. അയ്യോ, കിട്ടിയില്ലടാ, കിട്ടിയില്ല. ഓക്കെ, ഒരുത്തനെ കിട്ടി ഗൈസ്. ഇനിയും ഓക്കെ, അവനും കിട്ടി. കിട്ടിയില്ല, കിട്ടി. ഓക്കെ, അവന്മാർ 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 3 പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രാങ്കിലോട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇനി ഇവന്മാരെ എല്ലാവരെയും വെടിവെച്ച് കൊന്നിട്ട് വേണം ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൊല്ലണം ഗൈസ്. ഇവരെല്ലാം കൊന്നാലും നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ഇവിടെ നിന്നൊന്നും പോകാനേ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ആൾക്കാരെ കൊന്ന് തീരാറാവുന്നു ഗൈസ്. നമ്മൾ അവനെ കൂടെ കൊന്നിട്ടുണ്ട്. ഇനി 2 ഇവനൂടെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇവനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിട്ടേൺ ടു ലാൻഡ്മാർ അവൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് അവനെ അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിടാം ഗൈസ്. അപ്പം അതിനൊരു വണ്ടി സെറ്റ് ചെയ്യണം. വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകണം, കാരണം ക്രിമിനൽ ഏരിയാസാണ് ഗൈസ്. ഇവിടെയൊക്കെ എപ്പോൾ ആണെങ്കിലും ആൾക്കാർ കൂടാം, നമ്മളെ വെടിവെച്ച് കൊല്ലാനും ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് വിടാം ഗൈസ്. ഓക്കെ, ഇവന്മാരെയൊക്കെ കൊന്നയാണെങ്കിൽ ഇവന്മാരൊക്കെ മണ്ടക്കൂടെ കയറ്റിക്കൊണ്ട് പോകണം. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാനേ പറ്റുന്നില്ല ഗൈസ്. വേറെ ഏതൊക്കെയോ വഴി കൂടെ
അപ്പോൾ ഗൈസ് നമ്മൾ അവനെ രക്ഷപ്പെടുത്തി ഒരു നമ്മുടെ സിറ്റി ഏരിയയിലോട്ട്, അതായത് അവൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അവനൊന്നും പേടിക്കാനില്ല, അവൻ നമ്മുടെ ചങ്കായിട്ടുണ്ട്. നമുക്കിനിയും ആ ഒരു മെഷീൻ നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആവും. ഇത് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റോറി മോഡ് കഴിയുമ്പോഴത്തേലും നമ്മുടെ ഈ ഒരു മെഷീൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ മാക്സിമം അത് സോൾവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. നമ്മൾ ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവൻ്റെ കൊടുത്തിട്ടുണ്ട്. അതെന്തുവാണെന്ന് ആർക്കറിയാം ഗൈസ്. അപ്പം നേരെ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബായ്.